ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേക്ക് വ്ളോഗ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഡെക്കറേഷൻസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ കേക്കിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി 9 മണിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ. നമുക്ക് കേക്ക് ബേക്കിംഗ് കഴിഞ്ഞു, പിന്നെ ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം ഐസിങ്ങും ക്രം കോട്ടിങ്ങും അതുപോലെ ഫൈനൽ കോട്ടിങ്ങും ചെയ്തിട്ട് രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാനിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ എന്നൊരാൾ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഉമ്മയാണ് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഉമ്മ ക്രം കോട്ടിങ് ചെയ്ത് തരികയാണ് കേക്ക്. ഉള്ളിൽ ലെയറിലൊക്കെ കൊടുത്ത് ക്രം കോട്ടിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ ഉമ്മാക്ക് ഇതുപോലെ കേക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അമ്മ വന്നിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും. അപ്പോൾ ക്രം കോട്ടിങ് ഉമ്മ ചെയ്യാറുണ്ട്. പിന്നെ ഫൈനൽ കോട്ടിങ് അത്ര നമ്മൾ തന്നെ ചെയ്യാറാണ് കേട്ടോ. ക്രം കോട്ടിംഗ് ആണ് ഉമ്മ ഇപ്പോൾ ചെയ്യണത്. ഇതൊന്ന് ഇപ്പോൾ മാഷാല്ലാ ലെവലായിട്ടുണ്ട്. നമ്മളിപ്പോൾ ബിഗിനേഴ്സൊക്കെ ചെയ്യണ പോലെ, ബിഗിനേഴ്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് തന്നെ ഉമ്മ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൈഡെല്ലാം കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, തിക്കായിട്ടുള്ള ക്രീമും കൂടി ആയതുകൊണ്ടാണ് നീറ്റായിട്ട് തന്നെ ചെയ്യാൻ കഴിയണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ നമ്മളൊരു ബേക്കറും അതുപോലെ അത്യാവശ്യം ഓർഡർ ഉള്ളൊരു ബേക്കറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരാളെ കൂടി ബേക്കിങ്ങും അതുപോലെ ഈ ഒരു ഐസിങ്ങും ഒക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചില സമയങ്ങളിലൊക്കെ ഞാനത് ചിന്തിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ കൂടുതൽ തിരക്കൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ക്ഷീണം ഉണ്ടായിരിക്കും. അതുപോലെ കാലിന് പെയിന്, നിന്നിട്ടുള്ള ജോലിയാണല്ലോ ഇത്. അപ്പോൾ പെയിന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ആൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുക എന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ഒരുപക്ഷെ നമുക്കൊരു പാത്രം പോലും പാത്രം കഴുകി തരികയാണെങ്കിൽ പോലും നമുക്ക് അതൊരു ഭയങ്കര വലിയൊരു ഹെൽപ്പാണ്. കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ വലിയൊരു ഹെൽപ്പാണ് കേട്ടോ പാത്രം കഴുകുക എന്നുള്ളത്. അപ്പോൾ സാധാരണ എനിക്ക് ഓർഡർ ഉണ്ടാകുമ്പോഴും തിരക്കുണ്ടാകുമ്പോഴൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മ പാത്രം കഴുകി തരും. ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ കിച്ചണിൽ ഇപ്പോൾ ഒരുവിധമൊക്കെ പരന്ന് കിടക്കുന്ന പാത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മ കഴുകി തരും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ഉമ്മാനോട് ഇങ്ങനെ പറയാണ്, വെയ്യൊക്കെ എടുക്കാൻ ഉറക്കം വരണമെന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ്ട് ചെയ്യാണ് കേട്ടത്. അപ്പോൾ സൈഡെല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രാപ്പർ കൊടുത്തു. ഇതുവരെ നൈഫ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. നൈഫ് വെച്ച് ചെയ്തിട്ട് പിന്നെ ഒന്ന് ലെവൽ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്രാപ്പർ ഉണ്ടെന്നുണ്ടെങ്കിലല്ല ആ ഒരു ഫിനിഷിങ് കിട്ടുക. ഇപ്പോൾ ഇതാ മാഷാല്ലാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യണതിൻ്റെ ആ ഒരു ഏകദേശം രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ വേറൊരു കേക്ക് കൂടി ഉണ്ടായിരുന്നു. 2 ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കൊടുക്കാനുള്ളത്. ഇത് രാവിലെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് മദ്രസയിൽ പോണതിൻ്റെ ആ ഒരു സമയത്ത് കേക്ക് കൊടുത്തു വിടും. എന്നിട്ട് പിന്നെ കസ്റ്റമറിന് കൊടുക്കേണ്ട ടൈമിൽ ഹസ്ബൻഡ് കൊടുക്കും. അങ്ങനെ ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ നമ്മൾ ഈ 2 കേക്ക് ഓട്ടോയിലൊക്കെ കൊടുത്തു വിടുമ്പോൾ നമുക്കിപ്പോൾ 200-300 രൂപ ഓട്ടോ ചാർജ് വരും. അപ്പോൾ അത് ഡെലിവറി ചാർജായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ മദ്രസയിൽ പോണ സമയത്ത് കൊടുത്തു വിടണം കേട്ടോ. ഞാനിവിടെ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്തിരുന്ന കേക്കിൽ കുറച്ച് ബാലൻസ് വന്നിട്ടുള്ള ക്രീമാണ് കേട്ടോ. അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്രീം കുറച്ച് തിക്കായിട്ടുണ്ട്. അതിനൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ടേബിളിനെ. ജസ്റ്റ് ഒന്നിങ്ങനെ ലൈൻസ് ആക്കിയിട്ട് കൊടുക്കുക. ലൈൻസ് അല്ലാതെ നമുക്ക് നൈഫിൽ ഡയറക്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ റൗണ്ട് കൊടുത്തതിന് ശേഷം നൈഫ് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഡെക്കറേഷൻ കൊടുക്കുകയാണ്. താഴെ നിന്നും മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ചെറിയ നൈഫ് വെച്ചിട്ട്. അപ്പോൾ ഓരോ ലൈൻസായിട്ട് ഇതുപോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇതിന് ചുറ്റിലും ഈ ഒരു ഡെക്കറേഷനാണ് വരുന്നത്. ഇപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ ചെയ്ത ക്രീം ബാക്കിയുള്ളതും അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് 2 ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. അതിന് ഇതുപോലെ ഓരോ ഡോട്ടാക്കിയിട്ട് കൊടുക്കുക. അതായത് ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഫ്രണ്ടിലേക്കായിട്ട് വരുന്ന ഭാഗത്തായിട്ട്
കുറച്ച് സിൽവർ ലീവ്സും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫോണ്ടൻറ്റിൽ നെയിം എഴുതിയിട്ട് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ഇനി അടുത്ത കേക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതും 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. 4 ലെയേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന് ഷാർപ്പ് എഡ്ജാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈഫിൽ ചെറിയ നൈഫ് എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ഫുള്ള് നമ്മൾ കവർ ചെയ്യുകയാണ് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ ഡെക്കറേഷനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രീൻ കളറിൽ ലീഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലോറൽ ഡിസൈനിനെ ഒരു ഫ്ലവർ ഡിസൈനാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒരു ഫ്ലവർ ഡെക്കറേഷൻ ആക്കിയിട്ടുള്ളതാണ്. പിന്നെ മുകളിലായിട്ട് 2 കേക്കിൻ്റെ മുകളിലായിട്ടും ഫോണ്ടൻറ്റിൽ നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാവിലെ ഒരു 6 മണിക്കാണ് കേട്ടോ. അപ്പം കേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് കേക്ക് ഇനി നേരെ മോനും മദ്രസയിൽ പോകുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊടുക്കും. എന്നിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് പിന്നെ ആ ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന ടൈമിൽ കേക്ക് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യൂട്ട. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കേക്കും ഞാനിവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ കൊണ്ടുപോവുകയാണ്. പിന്നെ അവർ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ചുകൂടി ടൈം കിടന്നുറങ്ങും കേട്ടോ. കാരണം നമ്മൾ രാത്രി ഒരുപാട് ലേറ്റായിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ പിന്നെ ആ ഒരു ഉറക്കം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് വൈകിട്ട് അന്നത്തെ ദിവസം നോമ്പായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കണ സമയത്ത് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സ്പഞ്ച് റെഡിയാക്കണം. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പഞ്ചസും റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഈ വർക്ക് ചെയ്യണത് ഒരു ഉച്ചൻ്റെ മുന്നായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഓവണ് എല്ലാ പാത്രങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കും. ഏതൊക്കെ പാത്രങ്ങളാണ് പോവുകയെന്നും അതുപോലെ ഓവണ് ക്ലോസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വെച്ചിട്ടുള്ളത് 2 ടയർ കേക്കും അതുപോലെ ഒരു 1.5 കിലോൻ്റെ പാത്രവും കൂടി പോവും. അപ്പം ടോട്ടലി നമുക്കിപ്പോൾ ഇവിടെ പോണത് 3.5 കിലോ ഒരു ട്രേയിൽ പോകും കേട്ടോ. അപ്പോൾ അതവിടെ ഓക്കെ ആയതിൻ്റെ ശേഷം ഞാൻ അവിടെ ഒന്ന് എടുത്തിട്ട് പിന്നെ ഇനി ഇവിടെ കേക്ക് എന്താ പറയുക എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് കേട്ടോ, കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ആയതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കും. അപ്പോൾ ഇവിടെ കേക്ക് ഇവിടെ ഓരോന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റിൽ 2 kg ടയർ കേക്കാണ്. പിന്നെ പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് 2 kg വാനില ഫ്ലേവറിലുള്ളതും അതുപോലെ 1.5 കിലോൻ്റെ വൈറ്റ് ഫോറസ്റ്റും പിന്നെ കപ്പ് കേക്ക്, ഡോണട്ട്, സിക്കിള് അങ്ങനെയുള്ള സെറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള സ്പഞ്ചസൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കപ്പ് കേക്കും അതുപോലെ സിക്കിൾസിനും പോപ്സിനുള്ള സ്പഞ്ച് തലേ ദിവസം കട്ട് ചെയ്തതിൻ്റെ കുറച്ച് പീസസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഓരോന്നിനായിട്ട് കട്ട് ചെയ്തിട്ട് ക്രം കോട്ടിങ്ങും അതുപോലെ ഫൈനൽ കോട്ടിങ്ങും ഒക്കെ ചെയ്യണുണ്ട്. അന്ന് പിന്നെ നോമ്പായ കാരണം പിന്നെ വീഡിയോനോടൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. വയ്യാത്ത പോലെ ആയിരുന്നു, നമുക്ക് ക്ഷീണം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഫോണ്ടൻറ്റ് വർക്കുള്ള കേക്കാണ് നമുക്ക് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തിട്ടും അതുപോലെ മോൾഡിൽ ചെയ്യാനുള്ളതും മോൾഡ് ചെയ്തിട്ടും ഒക്കെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ടും ഡ്രൈ ആക്കി എടുക്കാം, അതുപോലെ ഓപ്പൺ എയറിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഓപ്പൺ എയറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ കേക്കിന് ഞാനിവിടെ ഫൈനൽ കോട്ടിങ്ങും അതുപോലെ എല്ലാം കഴിഞ്ഞ് സ്റ്റാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഫോണ്ടൻറ്റ് വർക്ക് ഓരോന്നായിട്ട് കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്, 2-3 പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിതിൻ്റെ ഡെക്കറേഷൻ കാണിക്കാത്തത്, വ്ളോഗിൽ തന്നെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വീഡിയോയിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ളത്. അതുപോലെ പോയിട്ടൊന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്